അങ്ങനെ നമ്മളെ സിക്കുകാരായ അച്ഛനെയും മോളെയും കണ്ടുല്ലോ നിങ്ങളും. ഇവിടത്തെ ആൾക്കാരൊക്കെ ഈ തൊപ്പി വെച്ചിട്ടാണല്ലോ നടക്കുക. അപ്പം നമ്മളും മേടിച്ചു. വെയിലടിക്കണ എന്തിനാന്ന് വെച്ചിട്ട് നമ്മളും മേടിച്ചു. കൊച്ചിനും അച്ഛനും ഓരോന്നിട്ടാ നല്ല രസമുണ്ട് രണ്ടുപേർക്കും ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം നമ്മളെ ഓട്ടോറിക്ഷ ചേട്ടൻ ഇതിൻ്റെ മുല്ല് കൊണ്ട് നിറക്കി തന്നു ഗോൾഡൻ ടെമ്പിളിൻ്റെ. ഒരാൾ പറഞ്ഞു നമ്മുടെ ഇവിടുന്ന് കുറച്ചുള്ളൂ അങ്ങോട്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോഴാണ് ഈ സൈക്കിൾ ചേട്ടന്മാർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഞങ്ങളാക്കി തരാം മേഡം വായു എന്നും പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് ഞങ്ങളെ സാധനങ്ങളൊക്കെ പിടിച്ച് ഇതിൽ കയറ്റി നമ്മളെയും കയറ്റിയായില്ല അവർ. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ സൈക്കിളിൽ പോയത് അച്ഛനും അമ്മയോളായിരുന്നു. അപ്പോൾ അവർ നല്ല കൂളായിട്ടേൽ ഇരുന്ന് ടാറ്റൊക്കെ തന്ന് പോയി. അടുത്തതിലാണ് ഞങ്ങൾക്ക് ഇനി ആരും വീഡിയോ എടുത്തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇനി കുറച്ച് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാനായിട്ട് വഴിയൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ടെമ്പിളിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഓഫീസും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. എങ്ങനെ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആ ഓട്ടോറിക്ഷ അല്ല സൈക്കിൾ ചേട്ടൻ തന്നെ നമ്മൾ സൈക്കിളാണല്ലോ. സൈക്കിൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾക്ക് ഇതാണ് അതാണെന്ന് നോക്കുക. പക്ഷേ അവിടെ പോയാലേ ഭാഷ അറിയണം, അല്ലെങ്കിൽ നൈസായിട്ട് നമ്മളെ പറ്റിക്കും. ഈ ഒരു സ്ഥലം കണ്ടാന്നറിയാം പ്രാവൊക്കെ ആയിട്ട് അവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ വീഡിയോ എടുത്തിട്ടൊക്കെ സ്റ്റാറ്റസ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഇവർ പറഞ്ഞു ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം പോകും മേഡം, അതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോകണം എന്നും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവർ പോവാണ് കേട്ടോ. ഭയങ്കര ഉത്തരവാദിത്തമുള്ള ചേട്ടന്മാരാണ് കേട്ടോ. നമ്മളോട് നല്ല സ്നേഹമുണ്ട്. അതിൻ്റെ എൻ്റെ ക്യാമറ ഒന്ന് വീഴാൻ പോയായിരുന്നേ. അങ്ങനെ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് എവിടേക്കോ കൊണ്ടുപോയെന്ന് അറിയുമോ. ഞങ്ങൾ ആദ്യം തന്നെ മാർക്കറ്റിലേക്ക് അമ്പലത്തിൽ കൊണ്ടാവുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളതേ കണ്ടില്ലേ മാർക്കറ്റിലേക്കാണ് അവർ കൊണ്ടുവന്നത്. തുണിക്കടകളായിട്ട് ഇവർക്ക് നല്ല ടൈപ്പാണ്. ആദ്യം ഒരു തുണിക്കടയെ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ ഒന്നും വേണ്ട ഞങ്ങൾ അമ്പലത്തിലാക്കി തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമ്മതിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരടുത്ത തുണിക്കടയെ കൊണ്ടുപോയി നിർത്തി. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ശരി എന്തായാലും എന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇവർ വീണ്ടും അടുത്ത കടയ്ക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ നേരം കളയല്ലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാനായിട്ട് ഒരു തുണി എടുക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു റെഡിമെയ്ഡ് ചുരിദാർ എടുത്തു. ഭയങ്കര പൈസയായിട്ടാ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ചെരുപ്പും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് തിരിച്ച് നമ്മൾ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ തിരിച്ചിങ്ങോട്ട് ഇറക്കി തന്നിട്ടുണ്ട് നമ്മൾ. നല്ല രസമുണ്ടല്ലേ പ്രതിമയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, സൂക്ഷിക്കുക കേട്ടോ എല്ലാവരും.